ഇപ്പോൾ ഈ അടുത്ത് എനിക്കൊരു ഫ്രണ്ട് ഒരു സംഭവമാണ്, ഒരു ഇൻസിഡൻറ്റ് ഇവിടെ നടന്നതാണ്. അതുകൂടെ പറഞ്ഞിട്ട് മറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകും. അതായത് അദ്ദേഹം മദ്യപിക്കുന്നതാണ്, സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന, വലിയ മദ്യപാനിയൊന്നുമല്ല, ഒക്കേഷണലി കഴിക്കും, പക്ഷേ ഒരു 4-5 പെഗ്ഗൊക്കെ കഴിക്കും. ഈയിടെ അടുത്തൊരു ദിവസം അദ്ദേഹം ഒരു 5 പെഗ്ഗ് കഴിച്ചു. സൺഡേ, മൺഡേ ട്യൂസ്ഡേ ആകുമ്പോഴേക്കും അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് ഫിക്സ് വരികയാണ്. രാത്രി കിടന്ന ഉറക്കത്ത് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നു, പെട്ടെന്ന് ഫിക്സ് വരുന്നു. പിന്നെ ആകെ പാനിക്കാവുന്നു. അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ വല്ലാത്തൊരു സിറ്റുവേഷൻ, അവിടെ ഒരു വല്ലാത്തൊരു ഇതുണ്ടാക്കുന്നു. പെട്ടെന്ന് ഉണരുമ്പോൾ വൈഫും ആൾ മാത്രമേ ഉള്ളൂ അവിടെ വീട്ടിൽ. കുറേ ആൾക്കാർ, വൈഫ് കരഞ്ഞ് കുറേ ആൾക്കാർ വന്നു. പിന്നെ വൈഫിനെ അറ്റാക്ക് ചെയ്യാൻ വന്നതാണോ എന്ന് വെച്ച് ആൾ പെട്ടെന്ന് തന്നെ ഈ വന്ന ആളുകൾക്കെതിരെ ഷൗട്ട് ചെയ്യുന്നു. ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം കുവൈറ്റ് ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവിടെ ചെക്കപ്പ് എല്ലാം, MRI സ്കാനും CT സ്കാനൊക്കെ ചെയ്തു. നോ പ്രോബ്ലം എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഇടക്കാലത്ത് ഞാൻ ഈ മദ്യം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടൊരു 4-5 പേർക്ക് ഞാൻ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ വന്നപ്പോൾ എല്ലാവരും കൂടെ ഹാപ്പിയായിട്ട് കഴിച്ചു എന്ന് പറഞ്ഞു. ഡോക്ടറാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് ആൽക്കഹോളിക് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ വന്നത്. ആക്ച്വലി സംഭവം ഇങ്ങനെ തന്നെ ഈ ഫിക്സൊക്കെ പോലുള്ള സംഭവങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ ഈ ആൽക്കഹോൾ? തീർച്ചയായിട്ടും ഈ ഫിറ്റ്സ് വരുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു വാണിംഗ് ആണ്. ഈ സാധാരണഗതിയിൽ ഫിറ്റ്സ് ആൽക്കഹോൾ ആയിട്ടുള്ള കഴിച്ചിട്ടുള്ള ആളുകൾക്ക് വരുന്നത് വിഡ്രോവൽ സിംറ്റംസ് ആയിട്ടാണ് വരിക. അത് ആൽക്കഹോൾ നല്ല ക്വാണ്ടിറ്റി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ നിർത്തുന്ന ആളുകൾക്ക് ഈ ഫിറ്റ്സ് ഒക്കെ വരാം. അപ്പോൾ അത് വീണ്ടും അവരെ ഇതിലേക്ക് കമ്പൽ ചെയ്യാനുള്ള ഒരു കാരണമാവും. കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് നിർത്തുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിഡ്രോവൽ സിംറ്റംസിൽ പെട്ട ഫിറ്റ്സ് ഒക്കെ വരാം. അപ്പോൾ നിങ്ങൾ വീണ്ടും കുടിക്കാൻ നിർബന്ധിതരാകും. അപ്പോൾ നിങ്ങളുടെ ബോഡി അതിനോട് അഡിക്റ്റ് ആയിട്ട് വീണ്ടും അതിൻ്റെ ക്രേവിംഗ് ആണ്. അപ്പോൾ ക്രേവിംഗ് കിട്ടാതിരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആൽക്കഹോൾ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഡിറ്റോക്സിഫിക്കേഷൻ എന്ന് പറയും. അതായത് കംപ്ലീറ്റ് നമ്മളെ ശരീരത്തിൽ നിന്ന് അതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റൊക്കെ ക്ലീൻ ചെയ്ത് ഹൈ ഡോസ് ഓഫ് വൈറ്റമിൻസ് സപ്ലിമെൻ്റ് ഒക്കെ തന്നതിന് ശേഷം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇത്തരം മെഡിസിൻസൊക്കെ കൊടുക്കത്തുള്ളൂ. അതില്ലാതെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകളെ കൂടും. അതുപോലെ ആൽക്കഹോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നിർത്തുക, അതിൻ്റെ ആ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയൊക്കെ ചെയ്യുമ്പോൾ പാരനോയ എന്ന് പറയും, സംശയങ്ങൾ കൂടും. അപ്പോൾ നമ്മളെ സ്പൗസിനെ പറ്റിയിട്ടും നമുക്കെതിരെ എനിമീസ് ഉള്ളതും നമ്മൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്നതും നിങ്ങളെ ബിസിനസ്സിന് നിങ്ങളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നതും ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരാം. മക്കൾക്ക് എന്ത് സംഭവിച്ചു അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഹലൂസിനേഷൻസ് ഇതൊക്കെ കൂടുതൽ വരും. അപ്പോൾ അതൊക്കെ അതിൻ്റേതായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ 21 days ആണ് യൂഷ്വലി അഡ്മിഷൻ എടുക്കുക ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ്. അല്ല, വല്ലാതെ മദ്യപാനിയല്ല ആൾ വളരെ എല്ലാ ആഴ്ചയും കഴിക്കും, 1-2 പേർക്ക് കഴിക്കും. പക്ഷേ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് കുറേ കാലമായിട്ട്. അതായാലും മതിയല്ലേ? തീർച്ചയായിട്ടും. അത് ഓരോരുത്തരുടെ ടോളറൻസ് ലെവൽ വ്യത്യസ്തതയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 2 പെഗ് കഴിച്ചാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഹൈ കിക്ക് ആവുന്നുണ്ടാവും. ചിലപ്പോൾ 5 പെഗ് അടിച്ചിട്ടും നോർമലായി നിൽക്കുന്ന ആളുകളുണ്ട്. ഓരോരുത്തരുടെ ടോളറൻസ് ലെവൽ വ്യത്യാസമുണ്ട്. ഗ്രാജ്വലി നമ്മളിങ്ങനെ കഴിച്ച് വരുമ്പോൾ നമ്മളെ ടോളറൻസ് കപ്പാസിറ്റി കൂടും. അപ്പോൾ നമുക്ക് ചെറിയ അളവ് മതിയാവില്ല. അങ്ങനെയാണ് ഇത് കൂടുതൽ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നിർത്താൻ കഴിയണം. അവിടെയാണ് നിങ്ങളുടെ വിജയം. ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. ആ സിനിമയിൽ ഏതോ ഒരു നടൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഈ മോഹൻലാലിനെയൊക്കെ കാണിക്കുമ്പോൾ ഒരു സൈഡിൽ ഒരാളിരുന്നിട്ട് മദ്യപിക്കുന്നുണ്ട്, പക്ഷെ അയാളെ ഒരു ലിമിറ്റ് കോട്ട മാത്രം കഴിച്ച് പോവാണ്. അങ്ങനെയുള്ളവർ വളരെ കുറവാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഓക്കെ. അനൂപിൻ്റെ ഒരു ത്രഷോൾഡ് മനസ്സിലാക്കി ഇതിലപ്പുറം ഇനി എന്ത് കമ്പനി നിർബന്ധിച്ചാലും ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അത് നിർത്താൻ കഴിയുകയാണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി ലോങ് ലൈഫ് കിട്ടിയെന്ന് വരാം. കാരണം നിങ്ങൾ അതിലിപ്പം പോകണില്ല. പിന്നെ മറ്റൊരു കാര്യം പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു എൻജോയ്മെൻറ്റിനാണ് കഴിക്കുന്നത് എങ്കിൽ ആ എൻജോയ്മെൻറ്റിൻ്റെ ത്രഷോൾഡ് നിർത്താൻ കഴിയണം. ഈ ഓവറായിട്ട് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവുകയും നമ്മൾ ഈ വിഡ്ഢിവേഷം കെട്ടുകയും ഞാൻ എൻ്റെ ഡ്രസ്സും വേഷങ്ങളൊക്കെ അയച്ചിട്ട് ഞാൻ നല്ല സ്മാർട്ടായിട്ട് നല്ല എക്സിക്യൂട്ടീവായിട്ട് രാവിലെ ഇറങ്ങുകയും വൈകുന്നേരം വെറും അണ്ടർവെയർ വെച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടേയാക്കുന്നൊരവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കും ഒരു ജെന്റിൽമാനെ സംബന്ധിച്ച്. അപ്പോൾ അതിൻ്റെ ആ ഒരു നമുക്ക് വരുന്ന ഒരു ക്ഷതം ഉണ്ടല്ലോ, അഭിമാനക്ഷതം, അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കി ഒന്നും അമൃതമാവാതെ അല്ലെങ്കിൽ അധികമാവാതെ, മറ്റുള്ളവരെ മേലെ കയറലോ മറ്റുള്ളവരെന്തെങ്കിലും വിളിച്ചു പറയലോ എന്തെങ്കിലും തെറി പറയാനോ വേണ്ടിയിട്ടല്ല നമ്മൾ കഴിക്കുന്നത് എങ്കിൽ നമ്മൾ അത് ഒരിക്കലും ഇതിനെ എൻകറേജ് ചെയ്യാനല്ല പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അപ്പോൾ നിങ്ങളൊരു പോസ്റ്റിലിരിക്കുമ്പോൾ ആ പോസ്റ്റിൻ്റെ ചില ഡിഗ്നിറ്റി കീപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ ആവശ്യമാണ്. നിങ്ങൾക്ക് സമൂഹം തരുന്ന റെസ്പെക്റ്റ്, ആ റെസ്പെക്റ്റ് കീപ്പ് ചെയ്യണം. അപ്പോൾ അതല്ലാത്ത രീതിയിൽ നിങ്ങൾ വിഡ്വേഷം കിട്ടുമ്പോൾ അത് നിങ്ങളെ ഡെഫിനറ്റ്ലി നിങ്ങളെ ഫ്യൂച്ചറിനെ നിങ്ങളെ ഇതിനൊക്കെ ബാധിക്കും.